2026 ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയതും സഞ്ജു സാംസണെ ഓപ്പണറാക്കിയതും വലിയ ചർച്ചയായിരിക്കെ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും മുൻ ചീഫ് സെലക്ടറുമായ ദിലീപ് വെങ്സാർക്കർ. വിരാട് കോഹ്ലിയെ പോലുള്ള താരങ്ങളെ കണ്ടെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആദരണീയനായ സെലക്ടർമാരിൽ ഒരാളായ വെങ്സാർക്കറുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിലവിലെ സ്ക്വാഡിൽ താൻ ഒട്ടും തൃപ്തനല്ലെന്നും ഗില്ലിന് പകരം ഓപ്പണർ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് സഞ്ജു സാംസൺ അല്ല, മറിച്ച് യുവതാരം യശസ്വി ജയ്സ്വാൾ ആയിരുന്നുവെന്നും വെങ്സാർക്കർ തുറന്നടിച്ചു. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ജയ്സ്വാളിനോട് BCCI കാണിക്കുന്നത് കടുത്ത ക്രൂരതയാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. അജിത് അഗർക്കർ നയിക്കുന്ന 5-അംഗ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്ത 15-അംഗ സ്ക്വാഡിൽ ജിതേഷ് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും ഒഴിവാക്കി ഇഷാൻ കിഷനെയും റിങ്കു സിംഗിനെയും ഉൾപ്പെടുത്തിയതിൽ അത്ഭുതമില്ല. എന്നാൽ ഓപ്പണിംഗ് സ്ലോട്ടിലെ തീരുമാനങ്ങളിലാണ് വെങ്സാർക്കർക്ക് വിയോജിപ്പുള്ളത്. നിലവിൽ ഗില്ലിനെ തഴഞ്ഞ് മലയാളി താരം സഞ്ജു സാംസണെയാണ് T20 ലോകകപ്പിൽ ഓപ്പണിംഗ് റോളിലേക്ക് ഇന്ത്യ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഇന്നിംഗ്സ് തുറക്കും. എന്നാൽ വെങ്സാർക്കറുടെ അഭിപ്രായത്തിൽ ഗില്ലിന് പകരക്കാരനാവാൻ ഏറ്റവും യോഗ്യൻ യശസ്വി ജയ്സ്വാളാണ്. ശുഭ്മാൻ ഗില്ലിന് പകരം ആരെയാണ് തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്റെ ചോയ്സ് നിസ്സംശയം യശസ്വി ജയ്സ്വാൾ ആയിരിക്കും. അവനൊരു ക്ലാസ് പ്ലെയർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുള്ളയാളാണ്. ഇപ്പോഴത്തെ കാലത്ത് T20യിൽ ടീമിന് ആവശ്യമായ തരത്തിലുള്ള സ്ഫോടനാത്മകമായ തുടക്കങ്ങൾ നൽകാൻ ജയ്സ്വാളിന് എപ്പോഴും സാധിച്ചിട്ടുണ്ട്, വെങ്സാർക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. സഞ്ജു സാംസൺ മികച്ച താരമാണെന്ന് സമ്മതിക്കുമ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ എന്ന നിലയിൽ ജയ്സ്വാളിനുള്ള മികവ് സഞ്ജുവിനേക്കാൾ മുകളിലാണെന്ന് വെങ്സാർക്കർ പരോക്ഷമായി സൂചിപ്പിക്കുന്നു. സഞ്ജുവിനെ മധ്യനിരയിൽ നിന്ന് ഓപ്പണിംഗിലേക്ക് മാറ്റിയത് ഒരു പരീക്ഷണമാണ്. എന്നാൽ ജയ്സ്വാൾ സ്വാഭാവികമായ ഓപ്പണറാണ്. ഇടം കയ്യൻ ബാറ്റർ എന്ന ആനുകൂല്യവും പവർ പ്ലേയിൽ ആദ്യ പന്ത് മുതൽ ആക്രമിക്കാനുള്ള ശേഷിയും ജയ്സ്വാളിനെ വേറിട്ടു നിർത്തുന്നു. ഇന്ത്യൻ ടീമിലുള്ളവരെല്ലാം ഗംഭീര താരങ്ങളാണ്. നിലവിലെ ഫോമിന്റെയും ഫിറ്റ്നസിന്റെയും അടിസ്ഥാനത്തിലാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊപ്പം നിൽക്കും. എന്നാൽ ഫോം നോക്കുകയാണെങ്കിൽ ജയ്സ്വാളിനെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? എല്ലാ ഫോർമാറ്റുകളിലും അവൻ ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ്, വെങ്സാർക്കർ ചൂണ്ടിക്കാട്ടി. ജയ്സ്വാളിനോട് ചെയ്യുന്നത് നീതിയോ? കണക്കുകൾ പരിശോധിച്ചാൽ വെങ്സാർക്കറുടെ വാദം ശരിയാണെന്ന് കാണാം. വെറും 23 T20 മത്സരങ്ങളിൽ നിന്ന് 36.15 ശരാശരിയിൽ 164.31 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ റൺസ് അടിച്ചു കൂട്ടിയ താരമാണ് ജയ്സ്വാൾ. ഇങ്ങനെയൊരു താരത്തെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അവന്റെ തെറ്റല്ലാതിരുന്നിട്ടും യശസ്വി വീണ്ടും വീണ്ടും തഴയപ്പെടുന്നത് നിർഭാഗ്യകരം തന്നെയാണ്. ടീമിൽ